പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം ഇന്ന് ആരംഭിക്കും. ചൂടേറിയ ചർച്ചകൾക്കും ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിനും ഈ സമ്മേളനം സാക്ഷ്യം വഹിക്കും. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരായ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഒരു യുദ്ധമുഖത്ത് ലോകം നിൽക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രതികരണം ഏത് രീതിയിലാണ് വന്നത് എന്നുള്ള കാര്യം അത് പ്രതിപക്ഷം വലിയ ചർച്ചയാക്കുന്നുണ്ട്, വലിയ വിമർശനമാക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഇപ്പോൾ പാർലമെന്റിൽ ഇന്ന് കൂടുന്നത്. നമുക്കറിയാം, അതോടൊപ്പം തന്നെ ഓം ബിർളയ്ക്കെതിരായ ആ പ്രതിഷേധം അതൊക്കെ തന്നെ ചൂടുപിടിച്ച ചർച്ചകളാണ് നടന്നിരുന്നത്. ഇന്നത്തെ ദിവസം നിർണായകമാവുകയാണ്. അതുകൊണ്ട് തന്നെ സ്മിത, പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം പാദത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത്. സ്മിത സൂചിപ്പിച്ച പോലെ ഒട്ടേറെ വിഷയങ്ങൾ നിലവിൽ തന്നെ, അല്ലെങ്കിൽ ഈ പാർലമെന്റ് സമ്മേളനത്തിന്റെ ഒന്നാം പാദത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷം ആയുധമാക്കിയിരുന്നു. അതിനോടൊപ്പമാണ് പുതിയ വിഷയങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രത്യേകത, കഴിഞ്ഞ ഒന്നാം പാദത്തിൽ അല്ലെങ്കിൽ ഒന്നാം പാദ സമ്മേളനത്തിൽ തന്നെ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കുന്നതിന് നോട്ടീസ് നൽകിയിരുന്നു എന്നുള്ളതാണ്. 118ഓളം പ്രതിപക്ഷ അംഗങ്ങൾ ഒപ്പുവെച്ച ഈ നോട്ടീസിൽ പ്രധാനമായും സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ 4 കുറ്റങ്ങളാണ് ചുമത്തുന്നത്, അല്ലെങ്കിൽ 4 ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അത് അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷത്തെ മുതിർന്ന നേതാക്കളെയും സംസാരിക്കാൻ അനുവദിക്കുന്നില്ല, പ്രതിപക്ഷത്തെ വനിതാ നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു, കൂടാതെ സർക്കാരിനോട് പ്രതിപക്ഷത്തോടും വിവേചനം കാണിക്കുന്നു തുടങ്ങിയത് അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയം. കൊടിക്കുന്നിൽ MP അടക്കമുള്ള 3 MP-മാർ ആണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇന്ന് ഈ പ്രമേയം, അവിശ്വാസ പ്രമേയം ഈ അംഗങ്ങൾ അവതരിപ്പിക്കും. തുടർന്നായിരിക്കും ഇതിലുള്ള ചർച്ചകൾ നടക്കുക. ഈ ചർച്ചയിൽ തന്നെ സർക്കാരിനെതിരായ ആരോപണങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വരുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. ഇതോടൊപ്പം തന്നെ ഈ പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷം, അത് സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ ഇന്ന് പ്രസ്താവന നടത്തുമെന്ന് പാർലമെന്റിന്റെ നടപടിക്രമങ്ങളിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ തുറന്ന ചർച്ച വേണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇറാനുമായി വർഷങ്ങളോളം സൗഹൃദമുള്ള രാജ്യമാണ് ഇന്ത്യ. എന്നാൽ ഇറാന്റെ പരമോന്നത നേതാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ട് പോലും അത് അപലപിച്ച് ഒരുക്കാൻ രാജ്യം തയ്യാറായിട്ടില്ല. ഇത് കാലങ്ങളായി ഇന്ത്യ പിന്തുടരുന്ന നയത്തിൽ നിന്നുള്ള വ്യതിചലനമാണ് എന്നും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ദീർഘമായ ചർച്ച ആവശ്യമാണ് എന്നുള്ളതുമാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇന്ന് സഭ സമ്മേളിക്കുന്ന ഘട്ടത്തിൽ ഇക്കാര്യം ആവശ്യപ്പെടാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. എന്തായാലും ഈ വിഷയം ഉൾപ്പെടെ ഉയർന്നുകൊണ്ട് ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിന് ഇത്തവണത്തെ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം പാദവും സാക്ഷ്യം വഹിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.